ഒരു പുലർച്ചെ മുതൽ പാതിരാത്രി വരെ പുസ്തകങ്ങൾക്കിടയിൽ തലപൂഴ്ത്തിയിരിക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ടോ? ഒരു സ്റ്റെതസ്കോപ്പ് കഴുത്തിലണിയാൻ, നാടിനെ സേവിക്കുന്ന ഡോക്ടറാകാൻ അവരൊഴുക്കിയ വിയർപ്പിന് എന്ത് വിലയാണ് ഈ അധികാരികൾ നൽകുന്നത്? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെറും ഒരു പരീക്ഷയെക്കുറിച്ചല്ല, ലക്ഷക്കണക്കിന് കുട്ടികളുടെ കണ്ണീരിനെ കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. നീറ്റ്, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള ഏക കവാടം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA ആണ് ഇതിന്റെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതും പരീക്ഷ നടത്തുന്നതും. അതിതീവ്രമായ സുരക്ഷാ വലയത്തിനുള്ളിൽ നടക്കേണ്ട ഒരു പ്രക്രിയ. പക്ഷെ ഇത്തവണ എല്ലാം പിഴച്ചു. 2024 തുടങ്ങിയ ആഘാതം 2026 ആവർത്തിച്ചു. ചോദ്യപേപ്പർ ചോർച്ച എന്ന വൻ മാഫിയ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചു. വാട്സപ്പിലൂടെയും ടെലഗ്രാമിലൂടെയും ലക്ഷങ്ങൾ വാങ്ങി ചോദ്യങ്ങൾ വിറ്റു. മെയ് 3 നടന്ന പരീക്ഷയുടെ വിശ്വസനീയത പൂർണ്ണമായി തകർന്നുവെന്ന് കണ്ടപ്പോൾ ഗത്യന്തരമില്ലാതെ NTA പരീക്ഷ റദ്ദാക്കി. വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ഒന്നേയുള്ളൂ: ഞങ്ങൾ പഠിച്ചു നേടിയ മാർക്കിന് എന്തു വിലയാണുള്ളത്? പണം നൽകി ചോദ്യം വാങ്ങിയവർക്ക് മുന്നിൽ ഞങ്ങളുടെ കഠിനാധ്വാനം തോറ്റുപോയോ? ഏകദേശം 23 ലക്ഷം വിദ്യാർത്ഥികൾ, അവരുടെ ഉറക്കമില്ലാത്ത രാത്രികൾ പാഴായി. സാമ്പത്തിക നഷ്ടം നോക്കിയാൽ കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതലാണ് നഷ്ടമായത്. പരീക്ഷാ നടത്തിപ്പിനായി സർക്കാർ ചെലവാക്കിയ തുക, ദൂരസ്ഥലങ്ങളിൽ നിന്നും പരീക്ഷ എഴുതാനായി എത്തിയ പാവപ്പെട്ട രക്ഷിതാക്കളുടെ യാത്രാക്കൂലി, ഇതൊക്കെ ആര് തിരിച്ചു നൽകും? ഇത് ആദ്യമായിട്ടല്ല നീറ്റ് വിവാദത്തിൽപ്പെടുന്നത്. 2024 ഗ്രേസ് മാർക്കിന്റെയും പേപ്പർ ചോർച്ചയുടെയും പേരിൽ രാജ്യം കത്തുകയായിരുന്നു. ബീഹാറിലെയും രാജസ്ഥാനിലെയും വൻകിട മാഫിയ സംഘങ്ങളാണ് ഇതിന് പിന്നിലെന്ന് CBI കണ്ടെത്തുന്നു. പഴയ കേസുകളിൽ എത്ര പേർ ശിക്ഷിക്കപ്പെട്ടു? ആരെങ്കിലും മാതൃകപരമായി ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ ആവർത്തനം ഉണ്ടാകില്ലായിരുന്നു. രാജ്യം മുഴുവൻ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമ്പോൾ നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ മൗനം ഭയപ്പെടുത്തുന്നതാണ്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഇത്തരം നിലപാടുകൾ ജനാധിപത്യത്തിന് അപമാനമാണ്. ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ നടന്നു പോകുന്ന അധികാരികൾ കാണാതെ പോകുന്നത് ആത്മഹത്യയുടെ വക്കിലെത്തിയ കുറെ കുട്ടികളെയാണ്. പുതിയ BNS പ്രകാരം പരീക്ഷാ തട്ടിപ്പുകൾക്ക് കടുത്ത ശിക്ഷയാണ് വിഭാവനം ചെയ്യുന്നത്. സെക്ഷൻ 318 പൊതുപരീക്ഷകളിൽ ക്രമക്കേട് കാണിക്കുന്നവർക്ക് ഈ വകുപ്പ് പ്രകാരം കടുത്ത ശിക്ഷ ലഭിക്കാം. പുതിയ പബ്ലിക് എക്സാമിനേഷൻ ആക്ട് 2024 പ്രകാരം ചോദ്യപേപ്പർ ചോർത്തുന്നവർക്ക് 10 വർഷം വരെ തടവും 1 കോടി രൂപ വരെ പിഴയും ലഭിക്കാം. പക്ഷെ നിയമങ്ങൾ അത് പുസ്തകത്തിൽ ഇരുന്നാൽ പോരാ, നടപ്പിലാക്കണം. പരീക്ഷകൾ വീണ്ടും വരും. പക്ഷെ ഒരു തലമുറയ്ക്ക് സിസ്റ്റത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചെടുക്കാൻ കഴിയില്ല. പഠിച്ചു ജയിക്കാൻ ശ്രമിക്കുന്നവന്റെ കൂടെയല്ല, പണം കൊടുത്ത് ചോദ്യം വാങ്ങുന്നവന്റെ കൂടെയാണ് അധികാരികളെങ്കിൽ നാളെ നമുക്ക് ലഭിക്കുന്ന ഡോക്ടർമാർ എങ്ങനെയുള്ളവരായിരിക്കും? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ Instagram, Facebook പേജുകൾ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.